أعوذ بالله من الشيطان الرجيم ما كنت تدري ما الكتاب ولا الإيمان ولكن جعلناه نورا نهدي به من نشاء من عبادنا اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ആദരണീയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ആഹ്ലാദവും ആനന്ദവും തിരതല്ലിക്കൊണ്ട് ഒരു ഈദുൽ ഫിത്ർ കൂടി സമാഗതമായിരിക്കുകയാണ്. ഏവർക്കും എൻ്റെ ഈദ് ആശംസകൾ നേരുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മെപ്പോലെ ഈദ്ഗാഹുകളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ രോഗങ്ങളെയും ശിഫയാക്കുകയും സമ്പൂർണമായ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മോടൊപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ ഇതേ ഈദ്ഗാഹുകളിൽ ഉണ്ടായിരുന്ന പല ആളുകളും ആരുടെ മണ്ണിന്റെ ഉള്ളിൽ പടച്ചറപ്പിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ബർസഖിയായ ജീവിതം നയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. ആ പരിസമാപ്തിയോടുകൂടി സത്യവിശ്വാസികൾക്ക് ആഹ്ലാദിക്കുവാനും ആനന്ദിക്കുവാനുമായി പടച്ചറപ്പ് കനിഞ്ഞരുളിയ സുദിനമാണ് ഈദ്. അക്ഷരാർത്ഥത്തിൽ ശരീരത്തിനെയും മനസ്സിനെയും എല്ലാത്തരം മ്ലേച്ഛതകളിൽ നിന്നും ശുദ്ധീകരിച്ചുകൊണ്ട് ഒരു മാസക്കാലത്തെ പരിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആത്മാവിനെയും അത് സംവിധാനിച്ച രൂപത്തിനെയും തന്നെയാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. മനുഷ്യന്റെ ആത്മാക്കളിൽ, നഫ്സുകളിൽ അല്ലാഹു അതിന്റെ തിന്മകളെയും തഖ്വകളെയും ഇട്ടുകൊടുത്തിട്ടുണ്ട്, സൂക്ഷ്മതാബോധത്തെയും ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹാ, ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ആരാണോ ആ നഫ്സുകളെ സംസ്കരിച്ചെടുത്തവൻ, പരിശുദ്ധമാക്കിയെടുത്തവൻ, അവൻ വിജയിച്ചിരിക്കുന്നുവെന്ന വിശുദ്ധ ഖുർആനിക വചനം. ആ ഖുർആനിക വചനം നെഞ്ചോട് ചേർത്തുകൊണ്ട് ആത്മീയ ചൈതന്യം നേടിയവരായി കൊണ്ടാണ് നാം ഓരോരുത്തരും ഇന്ന് ഈ ഈദ് മുസല്ലയിൽ ഒരുമിച്ച് കൂടിയത്. വിശുദ്ധ ഖുർആൻ അവതീർണമായ പരിശുദ്ധ റമദാനിൽ ഖുർആനുമായി കൂടുതൽ അടുക്കുവാൻ നാം ഓരോരുത്തരും ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യുകയും അതിന്റെ ആശയതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഖുർആനികമായ വിജ്ഞാനങ്ങൾ, പ്രഭാഷണങ്ങൾ, ക്ലാസുകൾ ഒരുപാട് കേൾക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഒരു മാസക്കാലം നമ്മുടെ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും സ്വാധീനിച്ചവരായി കൊണ്ടാണ് നാം എത്തിയിരിക്കുന്നത്. ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് പ്രകാശമായി തീരണം. ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മെ നയിക്കുന്നതാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ,
പറഞ്ഞല്ലോ, മാ കുന്ത തദ്രീ മൽ കിതാബ് വലൽ ഈമാൻ, ഈമാൻ എന്തെന്നറിയില്ല, വേദഗ്രന്ഥം എന്തെന്നറിയില്ല. വലകിൻ ജഅൽനാഹു നൂറാ, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ വേദഗ്രന്ഥത്തിനെ, പരിശുദ്ധ ഖുർആനിനെ നൂറാക്കി തന്നു, പ്രകാശമാക്കി തന്നു. തുടർന്നുള്ള പറയുകയാണ്, വലഹുദീ ബിഹി മൻ നശാഅ മിൻ ഇബാദിനാ, നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് ആ പരിശുദ്ധ ഖുർആനിലൂടെ നാം സന്മാർഗം കാണിച്ചു കൊടുക്കുമെന്നാണ്. ഹൃദയവസന്തമാണ് വിശുദ്ധ ഖുർആൻ, പ്രകാശമാണ് സത്യവിശ്വാസികൾക്ക് വിശുദ്ധ ഖുർആൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുവാനായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി, പടച്ച റബ്ബേ, ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം, ഈ പരിശുദ്ധ ഖുർആൻ റബീഅ ഖൽബി, എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണമേ. വനൂറ സദ്രി, എന്റെ നെഞ്ചകങ്ങൾക്ക് പ്രകാശമാക്കണമേ. വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി, എന്റെ ദുഃഖത്തിന് പരിഹാരമാക്കണമേ, എന്റെ വിഷാദങ്ങൾ നീക്കിത്തരുന്നതാക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത് വിശുദ്ധ ഖുർആൻ ഹൃദയത്തിന്റെ വസന്തമാണ്. വിശുദ്ധ ഖുർആൻ നെഞ്ചകങ്ങൾക്ക് പ്രകാശമേകുന്നതാണ്. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള വിഷാദങ്ങളെയും മനപ്രയാസങ്ങളെയും നീക്കം ചെയ്യുന്നതാണ് എന്ന ആ വിശുദ്ധ ഖുർആൻ ജീവിതത്തിലുടനീളം നമുക്ക് വസന്തവും പ്രകാശവും ആയിത്തീരണം. ആ വിശുദ്ധ ഖുർആൻ നമ്മോട് ഏറ്റവും പ്രഥമമായും ശക്തമായി പ്രബോധനം ചെയ്തത്, നമ്മോട് പ്രബോധനം ചെയ്യുവാൻ ആവശ്യപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ ഏറ്റവും ശക്തമായ നിലയിൽ നമ്മോട് പ്രബോധനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, 1400 വർഷങ്ങൾക്കപ്പുറം മഖാമുൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് വിശുദ്ധ ഇസ്ലാമിനെ സമ്മാനിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച പ്രഖ്യാപനം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്ന് വരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും ലോകത്തിന്റെ മുന്നിൽ വിളംബരം ചെയ്ത പ്രഖ്യാപനം. 1400 വർഷങ്ങൾക്കിപ്പുറം ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന സർവ്വവിശ്വാസികളുടെയും ഒന്നാമത്തെ ബാധ്യതയായി സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്ന പ്രബോധന ദൗത്യം ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അറിയണം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. സത്യവിശ്വാസികളുടെ ജീവിതത്തിലുടനീളമുള്ള പ്രഖ്യാപനം, സത്യവിശ്വാസികളുടെ ജീവിതത്തിലുടനീളമുള്ള പ്രബോധനം. അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ, സഹായതട്ടം അവനോട് മാത്രമാണ്, പ്രാർത്ഥനകൾ അവനോട് മാത്രമാണ്, നേർച്ചകളും വഴിപാടുകളും അവന് മാത്രമാണ്. കാരണം അവനാണ് നമ്മെ സൃഷ്ടിച്ചത്, അവനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഈ അത്ഭുതകരമായ പ്രപഞ്ചത്തെയും ആ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ അവനാണ്. വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഈ അണ്ടകടാകത്തിനെ സൃഷ്ടിച്ചവൻ, ഈ പ്രപഞ്ച ലോകത്തെ സൃഷ്ടിച്ചവൻ, ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചവൻ, സൂര്യനക്ഷത്രാദികളെ സൃഷ്ടിച്ചവൻ, മലകളെയും മാമലകളെയും വനങ്ങളെയും വനാന്തരങ്ങളിൽ ഗർജിക്കുന്ന മൃഗങ്ങളെയും എല്ലാം സൃഷ്ടിച്ചവൻ, കടലിനെയും ആ കടലുകളിൽ ഊളിയിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കോടാനുകോടി മത്സ്യങ്ങളെയും സൃഷ്ടിച്ചവൻ. അതാണ് നിങ്ങളുടെ റബ്ബ്, അവനാണ് നിങ്ങളുടെ റബ്ബ്. അത് പ്രഖ്യാപിക്കുവാനാണ് ഈദിലൂടെ പടച്ചറപ്പ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ സർവമാന വസ്തുക്കളുടെയും ഖാലിഖ് അവനാണ്. ലാ ഇലാഹ ഇല്ലാഹു, ലാ ഇലാഹ ഇല്ലാഹു. അതുകൊണ്ട് ആരാധനക്കർഹൻ അവനല്ലാതെ മറ്റാരുമില്ല. പിന്നെങ്ങനെയാണ് മാനവ സമൂഹമേ നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത്? എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തോട്, നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തത്തോട് ചോദിക്കുന്നതിനോടൊപ്പം നമ്മുടെ സഹോദരങ്ങളോടും നാം പറഞ്ഞുകൊണ്ടേയിരിക്കണം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ.
ഏറ്റവും ഉത്തമമായ വാക്ക് പറഞ്ഞവൻ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചവനാണ് എന്നാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുമ്മ ഇസ്തഖാമു, നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവൻ. അഴകുഴമ്പൻ നിലപാടല്ല, നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവൻ. ആ നിലപാട് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന നിലപാട്. ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവൻ. ആ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഒരു വിശ്വാസി മാനവികതയെ മാറോട് ചേർത്ത് പിടിക്കുകയും ചെയ്യണം. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആദർശം, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ആദർശം. ആ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മാനവികതയെ മാറോട് ചേർത്ത് പിടിക്കുന്നവരാകണം നാം. വർഗീയ സംഘടനകളുടെയും ജാതീയ ഐക്യങ്ങളുടെയും കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കുവാൻ സാധിക്കണം, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീൻ. ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാം, അതിന് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. കാരണം ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫയാണ്. ആ പ്രവാചകനെയാണ് നാം പിൻപറ്റുന്നത്. ആ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ഒരു തരത്തിലുള്ള ബലാത്കാരവുമില്ല, ബലപ്രയോഗവുമില്ല, നിർബന്ധിത മതപരിവർത്തനമില്ല, ലവ് ജിഹാദുകളിലൂടെ മതത്തിലേക്ക് മെമ്പർമാരെ കൂട്ടുന്ന രീതി ഇസ്ലാമിനില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. ഇത് പഠിപ്പിച്ചു തന്നത് വിശുദ്ധ ഖുർആനാണ്. ഇത് പഠിപ്പിച്ചത് വിശുദ്ധ പ്രവാചകനാണ്. ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്നു, അയൽവാസിയും അനാഥയും ആരുമായി കൊള്ളട്ടെ, അവരോടുള്ള ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. ആ ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. അതാണ് മാനവികത എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ ലോകത്ത് സമാധാനം നിലനിൽക്കണം. സമാധാനം ലോകത്ത് നിലനിൽക്കേണ്ടതുണ്ട്. ഈ ലോകത്ത് സ്നേഹം നിലനിൽക്കേണ്ടതുണ്ട്. സമാധാനവും സ്നേഹവുമാണ് ജീവിതത്തിന്റെ അടിസ്ഥാന വശങ്ങളെന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ ഈദ് മുസല്ലയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ഒരു അവസരം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പശ്ചിമേഷ്യ യുദ്ധമുഖത്താണ്. ഒരുപാട് ആളുകൾ ഈദ്ഗാഹുകളിൽ പോലും പങ്കെടുക്കുവാൻ പറ്റാതെ പള്ളികൾക്കുള്ളിൽ ആ സമാധാനം നഷ്ടപ്പെട്ട് ശാന്തി നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ഓരോ യുദ്ധമുഖങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടും ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ അതിന്റെ അലയൊലികൾ അനുഭവിക്കേണ്ടി വരും. നാം അതിന്റെ അലയൊലികൾ, അതിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും യുദ്ധങ്ങളോ അക്രമങ്ങളോ ലോകത്ത് സമാധാനം കൊണ്ടുവരികയില്ല എന്ന് നാം മനസ്സിലാക്കണം. ഓരോ യുദ്ധങ്ങളിലൂടെയും ലക്ഷക്കണക്കിന് പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധരുമടങ്ങുന്ന സാധാരണക്കാരായ ആളുകൾ മരിച്ചു വീഴുകയും അവരുടെ ജീവിതം വഴിമുട്ടിപ്പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ പശ്ചിമേഷ്യയിൽ ഇത്തരത്തിലൊരു യുദ്ധം നടക്കുന്നതിന്റെ കാരണം തന്നെ നമുക്ക് അറിയാം. ലോക സമാധാനത്തിനെന്ന പേര് പറഞ്ഞു ലോകത്ത് ആരൊക്കെ ആറ്റം ബോംബുണ്ടാക്കുന്നു എന്ന് സൂക്ഷ്മദർശിനി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യം യഥാർത്ഥത്തിൽ ഏറെ വിരോധാഭാസകരമായ നിലപാടാണ് അവർക്കുള്ളത്. ലോകത്ത് ഒരേ ഒരൊറ്റ തവണ മാത്രമേ ന്യൂക്ലിയർ ബോംബ്, ആറ്റം ബോംബ് പ്രയോഗിച്ചിട്ടുള്ള അത് ഇതേ അമേരിക്ക തന്നെയാണ്. 1945 ഓഗസ്റ്റ് 6 നാഗസാക്കിയിലും ഓഗസ്റ്റ് 9 ഹിരോഷിമയിലും ലോക ചരിത്രത്തിൽ ആദ്യമായി അണുബോംബ് സ്ഫോടനം നടത്തിയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടുകൊണ്ട് ഇന്നും കൃത്യമായ ഒരു കണക്ക് പറയുവാൻ സാധിക്കാത്ത രീതിയിൽ പതിറ്റാണ്ടുകൾ അതിന്റെ വികിരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ദുരിത ജീവിതം നയിക്കേണ്ടി വന്ന ഒരു സമൂഹം ഈ ലോകത്ത് കടന്നുപോയിട്ടുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ അണുബോംബിനെതിരെ, ന്യൂക്ലിയർ ബോംബിനെതിരെ എന്ന പേര് പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള ഓരോ രാഷ്ട്രങ്ങളുടെ മേലും വലിയേറ്റം കളിച്ചുകൊണ്ട് അക്രമം അഴിച്ചുകൊണ്ട് ലോക സമാധാനത്തിന് തകരാറ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ലോകത്തിന് ശാന്തിയും സമാധാനവുമാണ് ആവശ്യമെന്നാണ്. പ്രവാചക മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബിജഅൽ ഹാദാ ബലദൻ ആമിന, പടച്ചവനെ ഇത് നിർഭയത്വത്തിന്റെ ഒരു നാടാക്കി നീ മാറ്റണമേ എന്ന്.
നിർഭയത്വത്തെ തകർത്തു കളയുന്ന ഏതെല്ലാം അധാർമിക പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങൾക്കെല്ലാം എതിരെ വിശ്വാസ സമൂഹം നിലകൊള്ളണം എന്നതാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും അനാശാസ്യ പ്രവർത്തനങ്ങളാണെങ്കിലും സൈബർ ഇടങ്ങളിൽ അശ്ലീല പ്രവർത്തനങ്ങളാണെങ്കിലും വർഗീയ ചേരിതിരിവുകളാണെങ്കിലും സമാധാനത്തിനും സ്വസ്ഥമായ ജീവിതത്തിനും കോട്ടം വരുന്നവയാണോ അവയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അതിനെതിരെ ശക്തമായി പ്രചാരകരും പ്രബോധകരും ആയി തീരേണ്ടവരുമാണോ വിശ്വാസികൾ. വിശുദ്ധ റമദാനിലെ നോമ്പിലൂടെ നാം നേടിയെടുത്ത ഊർജമതാണ്. ഒപ്പം സർവ്വതിന്മകളിൽ നിന്നും പ്രിയമുള്ളവരെ വിശ്വാസികളായി നാം മാറി നിൽക്കണം. പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ സർവ്വതിന്മകളിൽ നിന്നും മാറി നിൽക്കുക. നമ്മുടെ സംസാരം സൂക്ഷിക്കുക, നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കുക. ആരെയും വേദനിപ്പിക്കരുത്, ആരെയും മുറിപ്പെടുത്തരുത്. ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെയും സൂക്ഷിക്കുക. ജീവിതത്തിൽ നിഷിദ്ധം കലരാതെ നോക്കുക. അന്യന്റെ സമ്പത്ത് നമ്മിലേക്ക് എത്തിപ്പെടാതെ നാം ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബജീവിതം നന്നാക്കി തീർക്കുക. കുടുംബത്തിന് വേണ്ടി നാം സമയം കണ്ടെത്തുക. അയൽപക്ക ബന്ധം പ്രത്യേകമായി നാം ഗൗനിക്കുക. കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന വിഷയത്തിൽ പ്രിയമുള്ളവരെ നാം ജാഗ്രത കാണിക്കുക. പരസ്പരമുള്ള കടമകളും കടപ്പാടുകളും എല്ലാ സമയങ്ങളിലും നിരന്തരമായി നാം ഓർത്തുകൊണ്ടിരിക്കുകയും പാലിക്കുകയും ചെയ്യുക. ആരോഗ്യ യുവത്വ ഘട്ടങ്ങളെ ദീനിന്റെ മാർഗത്തിലാക്കി പ്രശോഭിതമാക്കി മാറ്റുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. ആഘോഷങ്ങൾ അതിരുകടക്കാതെ പടച്ചറപ്പിന് നന്ദിയുള്ള അടിമകളായി മാറുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഈദിന്റെ ഈ സന്തോഷത്തിന്റെ സുദിനത്തിൽ നമ്മുടെ ഈദുകൾ സമ്പൂർണ്ണമാകണമെങ്കിൽ നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കളുണ്ട്. അവർക്ക് വേണ്ടി നാം പ്രത്യേകമായി പ്രാർത്ഥിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഒപ്പം മരണപ്പെട്ടവരുണ്ട് എങ്കിൽ കഴിയുമെങ്കിൽ അവരുടെ ഖബറിടങ്ങളിലേക്ക് ഒന്ന് പോകണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഈദുകൾ, നമ്മുടെ ആഘോഷങ്ങൾ സമ്പൂർണ്ണമാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, മരണം കടന്നു വരുന്നതുവരെ റബ്ബിനെ ആരാധിച്ചുകൊണ്ട് ഇബാദത്തിലായി നാം കഴിയുക. കുൻ റബ്ബാനിയ വലാ തകുൻ റമദാനിയ, കുൻ റബ്ബാനിയ വലാ തകുൻ റമദാനിയ. നീ റബ്ബിന്റെ അടിമയാവുക, നീ ഒരിക്കലും റമദാനിന്റെ അടിമയാകരുത്. റമദാനിലൂടെ ആരാധനകൾ അവസാനിപ്പിച്ച് പോകരുത്. റബ്ബിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ നിരന്തരമായി കുൻ റബ്ബാനിയ, നീ റബ്ബിന്റെ അടിമയായി കൊണ്ടിരിക്കുക. ഈ റമദാനും ഈദും നന്മകളുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള ശക്തികളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അർഹമർ റഹീമിനായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ നീ സമ്പൂർണ്ണമാക്കി തരണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ വിശുദ്ധ റമദാനെയും വിശുദ്ധ ഖുർആനെയും പടച്ച റബ്ബേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. വിശുദ്ധ ഖുർആനും പരിശുദ്ധ റമദാനും ഞങ്ങൾക്ക് അനുകൂല സാക്ഷികളാക്കി തീർക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, ഈ വിശുദ്ധ റമദാനിലൂടെ ഞങ്ങൾ നേടിയെടുത്ത ഊർജം പടച്ചവനെ വർഷം മുഴുവനും നിലനിർത്തുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ പരലോക ജീവിതം പടച്ച റബ്ബേ നീ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ സമുദായത്തിന് എല്ലാ തരത്തിലുള്ള അന്തസ്സും അഭിമാനവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സമാധാനം നഷ്ടപ്പെട്ട് കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ പടച്ചവനെ, അവർക്ക് എല്ലാ വിധത്തിലുള്ള സഹായവും സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് ويا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر اللهم أعداءك وأعداء الدين.
اللهم انصر عبادك المسلمين اللهم انصر عبادك المسلمين اللهم انصر جيوش المسلمين اللهم ثبت أقدامهم اللهم اشف جرحاهم وتقبل شهداءهم وتقبل شهداءهم اللهم اكشف الضر عن إخواننا في كل مكان اللهم إنا نتوب إليك في يوم فجرنا الذي جعلته للمسلمين سرورا الذي جعلته للمسلمين عيدا وسرورا اللهم ارزق خوف عقاب الوعيد اللهم ارزق خوف عقاب الوعيد وشوك ثواب الموعود وشوك ثواب الموعود ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. പ്രിയമുള്ളവരെ, ഈദ് മുസല്ലയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹത്തായ ഒരു സുന്നത്താണ് ഹദിയ ചെയ്യുക എന്നത്. നാം ഓരോരുത്തരും എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് ഈദ് മുസല്ലയിൽ ഹദിയ ചെയ്യുക. നമ്മുടെ കുട്ടികളുടെ കൈകളിലും എന്തെങ്കിലും കൊടുക്കുക, അതുപോലെ നമ്മുടെ ഇണകളുടെ കൈകളിലും എന്തെങ്കിലും കൊടുത്ത് ആ ഒരു സുന്നത്തിൽ ഭാഗമാക്കുക. ഇൻഷാ അല്ലാഹ് 2 കളക്ഷൻ ഉണ്ട്. ഒന്ന് നമ്മുടെ ഈദ് മുസല്ലയിലേക്കുള്ള കളക്ഷൻ, രണ്ടാമത്തേത് ഈലാഫിന്റെ അഗതികളായ അനാഥകളായ വിധവകളായ ആളുകൾക്ക് വേണ്ടിയുള്ള ധന സമാഹരണമാണ്. രണ്ടിലും എല്ലാവരും കഴിവിന്റെ പരമാവധി പങ്കാളികളാവുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.